നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് എസ്പെഷ്യലി ക്ലോസിംഗ് സമയത്ത് വലിയ തോതിൽ ഒരു വോളറ്റിലായിരുന്നു. നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. FIS 200 പോയിന്റിന്റെ നെറ്റ് സെല്ല് നടത്തി. HDFC ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും തന്നെ താഴേക്ക് ഡ്രാഗ് ചെയ്തത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റ് അതിഗംഭീരമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. എസ്പെഷ്യലി NVIDIAയുടെ റിസൾട്ടിൻ്റെ ഫലമായിട്ട് NVIDIA 8% റാലി രേഖപ്പെടുത്തിയത് കാരണം യുഎസിലെ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 400 പോയിൻ്റാണ് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ സെയിൽസ് ഫോഴ്സ് തുടങ്ങിയ കമ്പനീസ് മൂവ്മെൻറ്റ് നടത്തി. ഫെഡിൻ്റെ ജാക്സൺ ഹോൾ പ്രസംഗത്തിന് മുന്നോടിയായിട്ട് യുഎസിലെ ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്പീച്ചിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നെക്സ്റ്റ് വീക്കാണ് നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നത്. ഇനി ഇറാൻ വാറിലേക്ക് വരുമ്പോൾ ഈ മുൻപ് ഉള്ള പോലത്തുള്ള രീതിയിലുള്ള കരാറിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനായിട്ടാണ് യു എസ് തീരുമാനം എടുത്തിരിക്കുന്നത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് സ്റ്റിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഓയിൽ വില 89 ആയിട്ടുണ്ട്. ഇന്ന് കൂൾ ഡൗൺ ആയിട്ടുള്ള ഓയിൽ കുറച്ചും കൂടി ഒന്ന് സ്പൈക്ക് ചെയ്തു. അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസമായി. സ്റ്റിൽ യുദ്ധം തീരുന്നുമില്ല. ഇരു രാജ്യങ്ങൾ അത് യുദ്ധം തീർന്നതായിട്ട് സമ്മതിക്കുന്നുമില്ല. സെയിം ടൈം നയതന്ത്ര ശ്രമങ്ങളും അതും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഇനി നമ്മളെ മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാതിന് മുമ്പ് നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് കൂൾ ഡൗൺ ആയി. നാസ്ഡാക്ക് സ്പൈക്ക് ചെയ്ത് കാണാം 1.5%. ഡോ 100 പോയിന്റ് അഥവാ 0.2% സ്പൈക്ക് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിൽ FTSE നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കൊറിയ നെഗറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. നിഫ്റ്റി ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ 2000 പോയിന്റ് ഉയർന്നു. ബ്രന്റ് ഓയിൽ 88. ഗോൾഡ് മുകളിൽ 4595. ബിറ്റ്കോയിൻ പറക്കാണ്, ഒരു രക്ഷയില്ല. 2000 പോയിന്റ് 81,000 ആയി ബിറ്റ്കോയിൻ. അപ്പോൾ ബിറ്റ്കോയിൻ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട്. ട്രേഡ് ചെയ്യാൻ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ITR ഫയൽ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ ബ്രോക്കർ തന്നെയാണ്. ഇന്ത്യൻ INR ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. കോഴ്സ് നമ്മൾ അയക്കാം. ഇനി നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ജാക്സൺ ഹോൾ സിംഫണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ നെക്സ്റ്റ് വീക്കാണ് നമുക്ക് US മാർക്കറ്റിൽ നമുക്ക് കാണാൻ. US മാർക്കറ്റ് ഇന്ന് കാണാൻ സാധിക്കുമെങ്കിൽ കൂടിയും നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോഷ്യസ് ആവുക. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കൊച്ചിയിലും കോഴിക്കോടും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനും ജോയിൻ ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാം. എല്ലാ കോഴ്സും ഉണ്ട്. ഗോൾഡും ക്രൂഡും ബിറ്റ്കോയിനും ഫോറക്സും എല്ലാ കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ വിപ്രോ അവർ ഗൂഗിൾ ക്ലൗഡായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ലെൻസ്കാർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ആൽഫാവേൽ എന്ന് പറഞ്ഞ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 1.2% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ന്യൂസുകൾ മാത്രമാണ്. NBCC കമ്പനിക്ക് 134 കോടി രൂപയുടെ ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസ്. ഹീറോ മോട്ടോ കോർപ്പ് അവർ ഈ ഏതർ എനർജി എന്ന് പറയുന്ന ഇലക്ട്രിക് കമ്പനിയിൽ 1758 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. തേജസ് നെറ്റ്വർക്ക് കമ്പനി TCS ആയിട്ട് അവർ കൊളാബ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അദാനി പവർ കമ്പനി അദാനി കണക്റ്റായിട്ട് പുതിയ ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസിന് ടാക്സ് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. 781 കോടി രൂപ ടാക്സ് റീഫണ്ട് കിട്ടി. RVNL മിസ്റ്റർ രാഗേ ബല്ല അവരുടെ അഡീഷണൽ ഡയറക്ടറായിട്ട് വീണ്ടും അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. തോമസ് കുക്ക് ഈ ട്രാവൽ രംഗത്തുള്ള കമ്പനിയാണ്. അവർ സ്റ്റെർലിംഗ് ഹോളിഡേ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഉത്തരാഖണ്ഡിൽ 12 ഹോട്ടൽ ആരംഭിച്ചു. ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ കമ്പനി അവർ തമിഴ്നാട്ടിൽ
പുതിയ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐ ഹോസ്പിറ്റൽ അവർ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി 900 കോടി രൂപയുടെ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന് തിരികെ വാങ്ങുന്നതാണ് ബൈബാക്ക്. അപ്പോൾ വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.